ജിഷ്ണു ഒപ്പം ചേരുന്നുണ്ട് ജമ്മുവിൽ നിന്ന്. ജിഷ്ണു, 26 സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക്, 51 കോൺഗ്രസ് NC സഖ്യം, PDP ആദ്യം മുതലേ 4 സീറ്റുകൾ മുന്നിലാണ്. ഇപ്പോൾ സ്വതന്ത്രർക്കാണോ 2 സീറ്റുകൾ പിന്നിലേക്ക് പോകേണ്ടി വന്നത്? കൃഷ്ണരാജ്, 90 സീറ്റുകളിൽ 26 ഇടങ്ങളിൽ BJP, അതായത് 25 ഇടങ്ങളിൽ ജമ്മു മേഖലയിലും ഒരിടത്ത് കശ്മീരിലുമായി 26 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാകട്ടെ 51 ഇടങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. കശ്മീർ താഴ്വരയിൽ നാഷണൽ കോൺഫറൻസിന്റെ, ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്നാണ് നിലവിലെ ലീഡ് നിലവെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ 51 എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ 40 സീറ്റുകളും നാഷണൽ കോൺഫറൻസിൻ്റെതാണ്. 11 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം എന്ന് പറയുമ്പോഴും കരുത്ത് തെളിയിച്ചിട്ടുള്ളത് നാഷണൽ കോൺഫറൻസ് ആണ്. കോൺഗ്രസിന് 10 സീറ്റിന്റെ അടുത്ത് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 51 സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം, 4 ഇടങ്ങളിൽ PDP 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റുകൾ വരെ മാത്രമേ പോകൂ എന്നുള്ളത് ആദ്യമേ തന്നെ വിലയിരുത്തൽ നടത്തിയിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചെറിയ കക്ഷികളുമായിട്ടാണ് ബാക്കിയുള്ളവർ ഈ 10 ഇടങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒരു അവസാന ലീഡ് നിലയിലേക്ക് എത്തുമ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് നിലയിൽ 46 താഴേക്ക് ഏതെങ്കിലും തരത്തിൽ വരികയും സ്വതന്ത്രർ കൂടുതലായി വിജയിച്ചു വരികയും ചെയ്താൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ജമ്മു കാശ്മീർ സാക്ഷ്യം വഹിക്കും. നിലവിലെ സാഹചര്യത്തിൽ വളരെ സേഫായ ഒരു സോണിലേക്ക് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം എത്തി നിൽക്കുകയാണ്. 51 സീറ്റുകളിൽ അവർ വിജയിക്കുന്നു. 2014 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിന് ഭരണം നഷ്ടമായിരുന്നു. PDPയുടെ ഒരു വലിയ മുന്നേറ്റം 2014 നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 28 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ PDP ഇത്തവണ 4 സീറ്റിലേക്കും, കശ്മീർ താഴ്വരയിൽ നാഷണൽ കോൺഫറൻസിന്റെ ഒരു തിരിച്ചുവരവും, താഴ്വരയിൽ ഏകദേശം 47 മണ്ഡലങ്ങളാണ് കശ്മീർ മേഖലയിലുള്ളത്. ഈ 47 മണ്ഡലങ്ങളിൽ 40 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നത് നാഷണൽ കോൺഫറൻസ് ആണ്. ഒരിടത്ത് കശ്മീരിൽ BJP ലീഡ് ചെയ്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നിലവിലെ ലീഡ് നിലയും താരതമ്യം ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുമുള്ള കോട്ടവും BJPക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തേണ്ടത്. കാരണം കഴിഞ്ഞ തവണ 25 സീറ്റുകളായിരുന്നു BJP നേടിക്കൊണ്ട് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായിരുന്നെങ്കിൽ ഇത്തവണ അതിൽ ഒരു സീറ്റും കൂടെ നേടി 26 സീറ്റുകളുടെ ലീഡാണ്. അതും കശ്മീർ താഴ്വരയിൽ നിന്നൊരു സീറ്റിൽ ലീഡ് BJP വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം മുൻപോട്ട് പോകുന്നു. സ്വതന്ത്രരുടെയും ചെറിയ പാർട്ടികളുടെയും നില എന്താകും എന്നുള്ളത് ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. നിലവിൽ 9 സീറ്റുകളിൽ മാത്രമാണ് സ്വതന്ത്രരും മറ്റുള്ളവരുമായി എല്ലാവരും ചേർത്തുകൊണ്ട് 9 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ അത് 16 സീറ്റുകൾ വരെ എത്തിയിരുന്നു. ചെറിയ പാർട്ടികളും സ്വതന്ത്രരും 16 സീറ്റുകളിൽ വരെ ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 9 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസിന് മുൻതൂക്കമുള്ള ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകളാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് ഒമർ അബ്ദുള്ളയുടെ വസതിയിൽ നാഷണൽ കോൺഫറൻസിന്റെ മുതിർന്ന നേതാക്കൾ എത്തിയിരുന്നു. മുൻപോട്ടുള്ള ചർച്ചകൾ സംബന്ധിച്ച് ഈ ഒരു ലീഡ് നിലനിർത്തുകയാണെങ്കിൽ സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച്, സഖ്യ സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നാഷണൽ കോൺഫറൻസ് ഒമർ അബ്ദുള്ള കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിക്കൊണ്ട് നാഷണൽ കോൺഫറൻസിന് മുൻതൂക്കമുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകളാണ് നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. പക്ഷേ ഇപ്പോഴും നമുക്ക് തീർത്തു പറയാൻ സാധിക്കില്ല. ലീഡ് നിലയിൽ മാറ്റം വരികയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാം. കാരണം ഇപ്പോഴും 51 എന്ന് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം പറയുമ്പോൾ ഒരു പാർട്ടിക്ക് സ്വന്തമായി ഇപ്പോഴും ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടില്ല. നാഷണൽ കോൺഫറൻസിന് 40 സീറ്റുകൾ വരെ ലീഡ് നില ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. 46 90 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് അംഗങ്ങൾ വേണ്ടത്. ഒപ്പം 5 അംഗങ്ങളെ ഈ ലഫ്റ്റനന്റ് ഗവർണർ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഈ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ അംഗങ്ങൾ കൂടി എത്തുമ്പോൾ 95 എന്ന സംഖ്യയിലേക്ക് നിയമസഭയുടെ അംഗബലം എത്തും. അങ്ങനെയാണെങ്കിൽ 48 സീറ്റുകൾ വേണ്ടിവരും. അതുകൊണ്ട് ലീഡ് നിലയിൽ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ
ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന്റെ സർക്കാർ രൂപീകരണം ഉണ്ടാകും. അതിന്റെ ചർച്ചകളിലേക്ക് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നാഷണൽ കോൺഫറൻസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ലീഡ് നിലയിൽ വീണ്ടും മാറ്റങ്ങൾ വരികയാണെങ്കിൽ, കാരണം BJP ഒറ്റയ്ക്കാണ് നിലവിൽ 26 സീറ്റുകൾ ലീഡ് ചെയ്യുന്നത്. അതൊരു 30ലേക്ക് എത്തുകയും താഴ്വരയിൽ മറ്റു ചെറിയ പാർട്ടികളെ കൂടെ നിർത്താൻ സാധിക്കുകയും ചെയ്തുകൊണ്ടൊരു വലിയ നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ മറിച്ചും സംഭവിക്കാനിടയുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ ഈ നിമിഷം പുറത്തു വരുന്ന ലീഡ് നില വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ 90 അംഗ ജമ്മു കാശ്മീർ നിയമസഭയിൽ 26 ഇടങ്ങളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. അതിൽ ഒരിടത്ത് കശ്മീർ താഴ്വരയിലെ ഒരിടത്തും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 51 ഇടങ്ങളിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം ലീഡ് ചെയ്യുന്നു. അതിൽ കോൺഗ്രസ് 10 മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. 40 ലീഡ് ചെയ്യുന്നത് നാഷണൽ കോൺഫറൻസ് ആണ്. നാഷണൽ കോൺഫറൻസിന്റെ ഒരു തിരിച്ചുവരവായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. PDPക്ക് 4 സീറ്റിൽ മാത്രമാണ്, അതായത് PDP രാഷ്ട്രീയം ജമ്മു കാശ്മീരിൽ ഈ വലിയ രീതിയിൽ തിരിച്ചടി ഏറ്റുവാങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 10 വർഷങ്ങൾക്ക് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന PDP ഇത്തവണ 4 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് 9 സീറ്റിലാണ്. ചെറിയ കക്ഷികളും സ്വതന്ത്രരും ഉൾപ്പെടെ 9 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പില്ലാതെ പോയ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു രാഷ്ട്രീയ പാർട്ടികൾ. പൊതുജനം വോട്ട് രേഖപ്പെടുത്തുന്നു, വലിയ പോളിംഗ് വരുന്നു. അതായത് നമ്മൾ ഈ ചർച്ചയുടെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പേടിയില്ലാതെ ആശങ്കയില്ലാതെ പോളിംഗ് ബൂത്തിലെത്തി മടങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സംവിധാനം, സുരക്ഷ അവിടെ ഉണ്ടായി. അത് ജനങ്ങൾ ഏറ്റുവാങ്ങി. ഒപ്പം വികസന പദ്ധതികൾ വലിയ തോതിൽ പരിഗണിക്കപ്പെട്ടു എന്നുകൂടി വേണ്ടേ? അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് 2 കക്ഷികൾക്കും നിർണായകമാണ്. BJPക്കാകട്ടെ, നാഷണൽ കോൺഫറൻസിനാകട്ടെ, കോൺഗ്രസിനാകട്ടെ, എല്ലാവർക്കും നിർണായകമാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നല്ലോ അവിടെ. അതൊക്കെ മറികടന്ന് കൃത്യമായി BJPക്ക് ആ ഒരു നിലനിൽപ്പുറപ്പിക്കാൻ പറ്റുന്നുവെങ്കിൽ എന്താണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. ഷാജി, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുമ്പോൾ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അന്തിമ ഫലം വരുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കോളത്തിൽ ഭൂരിപക്ഷം തികഞ്ഞാലും ഇത് ജമ്മു കാശ്മീരിന്റെ വിജയമായും ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ വിജയമായും നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഭയന്നിരുന്ന ജനത 87-ലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും അതിനുശേഷം വിഘടനവാദികൾ അഴിഞ്ഞാടിയിരുന്ന ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടപടിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്കോ ജനങ്ങൾ പങ്കാളികളാകാതിരിക്കുകയും കനത്ത സുരക്ഷാ വലയത്തിൽ നേതാക്കൾ പ്രചാരണം നടത്തുകയും പല സ്ഥലങ്ങളിലും 10% താഴെ മാത്രം പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ നിന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിലെ ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള സർക്കാർ തലത്തിലുള്ള നടപടികളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇത്രയധികം സമാധാനപരമായി നടത്താനുള്ള കാരണമായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കോട്ടം നിലവിൽ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 25 ഇപ്പോൾ 26 സീറ്റുകളിൽ ലീഡ് നില ഉയർത്തുന്നുണ്ട്. കശ്മീർ താഴ്വരയിൽ മുൻപും BJPക്ക് രാഷ്ട്രീയപരമായി വേരുറപ്പില്ലാത്ത അല്ലെങ്കിൽ അടിയുറപ്പില്ലാത്ത പ്രദേശമാണ്. അവിടെ നാഷണൽ കോൺഫറൻസും PDPയും ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്രയധികം സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെയും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ സാധിച്ചു. ഒരു പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പടക്കം പോലും പൊട്ടാൻ അനുവദിക്കാത്ത രീതിയിൽ സമാധാനപൂർണ്ണമായി ആ തെരഞ്ഞെടുപ്പ് നടപടികൾ, ഇന്ന് ഈ ഫലപ്രഖ്യാപനവും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ന് ഈ ശ്രീനഗറിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. നിരവധി വലിയ രീതിയിൽ ജനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം പോളിംഗ് സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള ജനങ്ങളുടെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ ദൃശ്യമായിരുന്നു. ഒപ്പം മാറുന്ന കശ്മീരിന്റെ മുഖം. മുൻപ് ഭയത്തോടെ മാത്രം ജീവിച്ചിരുന്ന ജനത ഇന്ന് ടൂറിസം മേഖലയിലും മറ്റ് തൊഴിലധിഷ്ഠിതമായ മേഖലകളിലും കരുത്ത് തെളിയിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ ജമ്മു കാശ്മീരിൽ വന്നത് എന്ന് തെളിവുകൾ സഹിതം, കണക്കുകൾ സഹിതം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. അത്തരത്തിൽ വലിയൊരു മുഖം മാറ്റം ജമ്മു കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ അതിൽ ചരിത്രത്തിന്റെ ഒരു ഏടായി 2024 നടന്നിട്ടുള്ള ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 63% മുകളിലേക്ക്
പോളിംഗ് രേഖപ്പെടുത്തി. യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിച്ചു. അത്തരത്തിൽ നിർഭയമായി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വോട്ടെടുപ്പിലും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത. അതിന് രണ്ടാമത്തെ സ്ഥാനം മാത്രമായിരിക്കും ആര് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൂടി വിശകലനം ചെയ്യുമ്പോൾ നാഷണൽ കോൺഫറൻസ് തന്നെയാണ് നിലവിൽ ആ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. 2014 തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകൾ മാത്രം നേടിയിരുന്ന PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന വാർത്ത വരുന്നു. കശ്മീരിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. PDP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് പോലും തീരുമാനിച്ചത് PDPയെ ചേർത്ത് നിർത്താനായിരുന്നു. പക്ഷേ മെഹബൂബയുടെ മകൾ പരാജയപ്പെടുന്നു എന്ന വാർത്തയാണ് കശ്മീരിൽ നിന്ന് വരുന്നത്.